ഓട്ടം പോണോ അപ്പൊ നമുക്കിന്ന് 2 മണിക്കൂർ ഓട്ടോറിക്ഷ ഓടാം. ഒന്നുമില്ല എനിക്കെന്നെ ജോലിയില്ല. ലൈക്ക് മാനേജർ എന്നുള്ള രീതിയിൽ ചുമ്മാ ഇരിക്കല്ല. മോനാകെ 1-2 മാർക്കിനെ പോയിട്ടുള്ളൂ. മാർക്ക് 1-2 ഇട്ടുകൊടുത്തേക്കാണെങ്കിൽ ഡാനി എന്ന് ജീവനോടെ ഉണ്ടായി. ഇന്നും പുതിയൊരു ജോലി അന്വേഷിച്ച് ഇറങ്ങാൻ പോവാണ്. ഇന്ന് ആരെ കൂടെയാണ് നമ്മൾ 2 മണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ നോക്കിയേക്കാം. ഗൈസ്, അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എന്താ പറയാന്നേ, വീഡിയോ എടുക്കാനത്തെ എല്ലാവരും മേക്കപ്പ് ആണല്ലോ. പുറത്തിറങ്ങി നല്ല മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. മഴ പെയ്യോ? മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. ആകാശം കണ്ടിട്ട് പെയ്യാതെക്കാൻ ചാൻസ് ഉണ്ട്. മഴ പെയ്ത കൊപ്ര നനിയില്ലേ? പെയ്യൂലേ? എന്നാലും പെയ്യോ? ചിലപ്പോ പെയ്യും. അപ്പൊ കൊപ്ര നനി. അപ്പൊ ഫർഹാൻ എങ്ങോട്ടാ പോയെന്ന് വെച്ചാല് സ്കൂട്ടി സർവീസ് കൊടുത്തു. ഒരു സ്കൂട്ടി ഉണ്ട്. അപ്പൊ അത് ഇവര് വണ്ടി എടുത്ത് ഉപയോഗിക്കുന്നല്ലാതെ അതിന്റെ സർവീസ് ഒന്നും കറക്റ്റ് നോക്കണില്ല. അപ്പൊ അങ്ങനെ സർവീസ് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇറങ്ങി. അപ്പൊ ഫുഡൊക്കെ കഴിച്ച് ഓണല്ലേ എല്ലാരും? സബിജ ഓണല്ലേ? ഓണ അല്ലീൽ ഓണല്ലേ? ട്രിപ്പിൾ ഓണം. ഓക്കെ, അപ്പൊ എല്ലാരും ഓണം കേസ്. അപ്പൊ നമുക്ക് പുറത്തിറങ്ങി നോക്കാം. ഫസ്റ്റത്തെ ആരെങ്കിലും നല്ല ജോലി ചെയ്യുന്ന ഒരാളെ കിട്ടണം. ഇന്നൊരു വെറൈറ്റി ആയിട്ട് ഒരാളെ കിട്ടണം അല്ലേ? നല്ല വെറൈറ്റി എന്തെങ്കിലും ജോലി ചെയ്യുന്ന ഒരാൾ. പൊറാട്ട അടിക്കുന്ന ആളെ കിട്ടിയാൽ കണ്ടാവും പൊളിയായിരിക്കും. ഈ ലൊക്കേഷനിൽ എന്താ മെയിൻ ആയിട്ടുള്ള അറിയാം? മെയിനായിട്ട് ഒരുപാട് പേരുണ്ട്, ഒരുപാട് കുട്ടികളുണ്ട്. സൈക്കിളിൽ പോകുന്ന ഒരുപാട് കുട്ടികൾ. ഹായ് ഹായ്, പേര് പറ. കേട്ടില്ല. ഹായ്, എന്ത് ചെയ്യുന്നേ? പഠിക്കുന്നത്? ഓ, കാണട്ടാ. ബൈ. ഞാൻ നിങ്ങൾക്ക് പോകുമ്പോ തന്നെ ഓരോ ആളുകളുടെ ജോലി ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് കാണിച്ചു തരാട്ടോ. ഈ ബസ്സുകാരൻ കണ്ടോ? അയാളെ ഫുൾ ഫോക്കസ് ബസ് ഡ്രൈവിങ്ങിലും അതെങ്ങനെ കൊണ്ടുപോകാം ഈ സ്പേസിലാണ്. അപ്പൊ എന്റെ ഫോക്കസ് ഫുള്ള് എന്താണ്, ഇതിലൂടെ എങ്ങനെ കൊണ്ടുപോകാന്നല്ലേ. ആ കണ്ണാടി പോയി കഴിഞ്ഞാൽ ഇൻഷുറൻസ് കിട്ടുമെന്നല്ലേ പേടി ഉള്ളില്. ഓൻ തിങ്ക് ചെയ്യണത് എങ്ങനെ, ഹെൽമെറ്റ് ഇടാതെ ഇപ്പൊ എങ്ങനെ പോവാം, പോലീസ് പിടിച്ചാൽ എങ്ങനെ നടത്തണം. ഈ കടക്കാരൻ ചിന്തിക്കുന്നത് അത്യാവശ്യം നല്ല കച്ചവടം ഉണ്ടാവണം, പച്ചക്കറിയൊക്കെ ഡെയിലി വാങ്ങുന്നതാണ്, അപ്പൊ അത് വേസ്റ്റ് ചെയ്യാതിരിക്കണം. ഇവര് ചിന്തിക്കണത് സ്കൂൾ വിട്ടു ഇനി വേഗം വീട്ടിൽ പോവാം. നമ്മൾ തിങ്ക് ചെയ്യണം എന്താ, ഇന്നൊരു ഷൂട്ട് എടുക്കണം. അത് ടെൻഷനായോ? ഇന്നത്തെ പാനിക് സിറ്റുവേഷൻ അത് അടിവർത്തൂലേ? ഇല്ല, വണ്ടി ഏതാണ്? ഓഫ് റോഡ് പ്ലസ് ഓൺ റോഡ് ആണ്. അപ്പൊ നമുക്ക് ഫർഹാനെ പിക്ക് ചെയ്യാം. ഹായ്, എങ്ങനെ മനസ്സിലായി? അടിപൊളി. പേരെന്താ? ശാംശ. കാണാലോ. നമ്മളെ കാറിന് ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. അപ്പൊ അത് ശരിയാക്കാൻ വേണ്ടിട്ട് ആദ്യം ആക്സസറി ഷോപ്പ് കയറിയാണ്. എനിക്കെന്നെ ഇഷ്ടമാണ്. ഞാൻ എന്നൊന്നും പറഞ്ഞിട്ടില്ലേ, എന്തിനാ എന്നോട് ഇങ്ങനെ പിണങ്ങിയിരിക്കുന്നത്? അല്ലെങ്കിൽ പറഞ്ഞു ഞാൻ വരട്ടോ. പിന്നെ എന്തൊക്കെ വിശേഷം? ഇത് ജോലി അന്വേഷിച്ച് നടന്നിട്ട് ജോലി കിട്ടാനല്ല എനിക്ക്. ഹായ്, ഇതിന് മാത്രം കണ്ടിട്ടുള്ളൂ. ഓ സന്തോഷം. എന്താ പേര്? ഷിഹാബ്. എന്ത് ചെയ്യുന്നേ? ഞാൻ പോർട്ടർ സൊമാറ്റോ. ഞാൻ ആക്ച്വലി ഒരു 2 മണിക്കൂർ ജോലിക്ക് വേണ്ടി ഇറങ്ങിയാ. എന്തേലും ജോലി ഉണ്ടോ? ഒന്നുമില്ല. ഞാൻ എനിക്കെന്നെ ജോലിയില്ല. സന്തോഷം. എന്താ പേര്? അമ്മു. ഞാനൊരു കമ്പനിയുടെ BA സൂപ്പർവൈസർ ആയിട്ടാണ്. എനിക്ക് കീഴെ കുറച്ച് പിള്ളേരുണ്ടാവും, അവരെ ട്രെയിൻ ചെയ്യിക്കാം. ജോലി ഇല്ലല്ലോ. ഓക്കെ, അപ്പൊ എന്തായാലും പിന്നെ നെക്സ്റ്റ് ടൈം എന്നാ ഒരു വേറെ ചലഞ്ച് ആയിട്ട് കാണട്ടെ. ഓ പിന്നെന്താ, വലിയ കാര്യങ്ങളായിട്ട് ചെയ്യണത്. വലിയ കാര്യങ്ങളാണ്. എനിക്ക് പറയണം, എന്തൊക്കെയോ പറയണം, എന്തൊന്നും പറയാൻ പറ്റുമെങ്കിൽ എനിക്ക് വലിയ കാര്യങ്ങളാണ് ചെയ്യുന്നത്. എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. താങ്ക് യു കേട്ടോ. നോക്കി പോകണ്ടേ. ഓക്കെ, എങ്ങനെയുണ്ട് ഓട്ടോ ഒക്കെ? വളരെ മോശം ആണോ? ഞാനും നിങ്ങളെ കൂടെ ഉപരോടാൻ പറ്റേ? ശരിക്കും ഫ്രണ്ടിൽ ആളിരിക്കാൻ പറ്റുമോ? ഇല്ല, അങ്ങനെ ഇരിക്കാൻ പറ്റില്ലല്ലോ. അത് ഓരോരുത്തർ ചിലപ്പോ സംഭവിക്കും, ചിലത് സംഭവിക്കില്ല. ഏത് പ്രശ്നമാണല്ലേ. പക്ഷെ നമുക്ക് എന്തായാലും കാണണം. ഞാൻ ഇവിടെ വർക്ക് ചെയ്യാണ് മാനേജറായിട്ട്. പേരെന്താ പറഞ്ഞേ? ഭാഗ്യലക്ഷ്മി. ഭാഗ്യലക്ഷ്മി. ആ പേരിലൊരു ഭാഗ്യം ഉണ്ടല്ലേ. ഷെയർ ചെയ്തിട്ട് കോൾസ് ചെയ്യേണ്ടി വരും, ക്ലയൻസിന്റെ അപ്പോയിന്റ്മെന്റ്സ് എടുക്കേണ്ടി വരും. വരുന്ന ക്ലയൻസിനെ ഗ്രീറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, ജസ്റ്റ് എനിക്കൊന്ന് കൺഫർമേഷൻ എടുത്തിട്ട് ഇപ്പൊ പറയാം. കാരണം എനിക്ക് ഓണറിന്റെ കൺഫർമേഷൻ വേണമല്ലോ. ഒരു പാട്ട് പാടാൻ പോവാണ്. ഒട്ടകങ്ങൾ വെരി വെരി വെരിയായി, വെരി വെരി വെരിയായി, പിന്നെയും പിന്നെയും വെരിയായി. ഒട്ടകങ്ങൾ വെരി വെരി വെരിയായി, വെരി 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 വെരിയായി, വെരി വെരിയായി. ഇല്ല, അവിടുന്ന് ഓക്കെ അല്ല. ഓക്കെ അല്ല. ഭാഗ്യലക്ഷ്മി ഓക്കെ ആയിരുന്നു.
ഞാൻ ഓക്കെ ആയിരുന്നു, ബട്ട് ഐ നീഡ് ടു ടേക്ക് പെർമിഷൻ ഫ്രം മൈ മം. അതെന്തായാലും തീർച്ചയായിട്ടും വേണം. പക്ഷെ അതിന് വില്ലിംഗ് ആയ ആ ഒരു കോൺഫിഡൻസ് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. താങ്ക് യു അടിപൊളി. ആൻഡ് നൈസ് ടു മീറ്റ് യു. ജോലി വരുമോ? ജോലി വരും. ജോലി എന്ത് ജോലി വരും? ഈടാക്കെ ഈ എന്ത് ജോലി ചെയ്യുന്നേ? ഞാൻ ഡ്രൈവിംഗ്. ഓക്കെ, എനിക്ക് ആ ജോലി തന്നാ മതി. തരാം. എങ്ങനെ തരും? ഓടിക്കോ. അങ്ങനെയല്ല, നീയുമാണ് എന്റെ കൂടെ. ഞാനോ? ആ 2 മണിക്കൂർ ജോലിയോ? ആ ഞാൻ നാട്ടിൽ ട്രക്കിൽ പോലില്ല, എന്റെ കൂടെ പോയി. നാട്ടിൽ പറ്റൂല, ഇവിടെ വേണ്ടേ? ഇവിടെ ആണോ? ആ അതിനായിട്ട് ഇറങ്ങിയാണ് നമ്മള് വീട്. ഞാൻ കോളേജ് മഹാരാജാസ്. ഡിഗ്രിയാ? ആ ഡിഗ്രി. ഓക്കെ. വീട് മലപ്പുറം. അതുപോലെ ഞാൻ ജസ്റ്റ് സാധനം വാങ്ങാൻ നിർത്തിട്ട് വെച്ചേ, അപ്പൊ കസ്റ്റമർ അടിപൊളിയായിട്ട് നിർത്താൻ പറഞ്ഞു. അപ്പൊ കണ്ടപ്പോ ചോദിച്ചേ ചായ അടിച്ചോ? ഈ അടിച്ചോ? ഇല്ല, കുടിക്കണോ? അവരെ ഡ്രോപ്പ് ചെയ്തോ? നമുക്ക് ചായ അടിച്ചു തരാം. എവിടെ ഉണ്ടാവാ? ഇവിടെ ഒരു ദിവസം ഉണ്ടാവും. ഇവിടെ എടുക്കാൻ പറ്റാം, ഒരുപാട് ദൂരം ഉണ്ടോ? ഇല്ല, ഓലെ ഒരു അത് പോയിട്ട് അവിടെ നിൽക്കാം, പിന്നെ കാത്തിക്കാം. ഓക്കെ, പെട്ടെന്ന് കേട്ടാ. ഓക്കെ. ഉണ്ടാവോ? ഇവിടെ വെയിറ്റ് ചെയ്യാം, നിന്നെ വെയിറ്റ് ചെയ്യാം. ഓക്കെ. ചക്ക അടിപൊളിയാണ്. മലപ്പുറത്ത് നല്ല ഒരു യുവാവാണ്. പഠിത്തം പ്ലസ് എന്ത് ചെയ്യുന്നു, അതിന്റെ കൂടെ പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യുന്നു. അപ്പൊ ഞാൻ ഓട്ടോടെ ഞാനും വരട്ടെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു ഞാൻ കുറച്ച് നേരം ഓടാ, ബാക്കി ഓടിക്കുന്നു. സൈക്കിൾ മോഷ്ടാവ് പിടിയിൽ. നിർത്തിട്ട സൈക്കിൾ മോഷ്ടിക്കുന്ന മോഷ്ടാവായ സാബിത്തിനെ നാട്ടുകാർ കൂടി പിടിച്ചു. അല്ലേ? മോഷ്ടിച്ചല്ലേ സൈക്കിള്? അല്ല, ചോദിച്ചപ്പോ കൊടുത്തേ ഉള്ളൂ. ഇതുപോലെ 2 ദിവസം മുമ്പ് സൈക്കിൾ ചോദിച്ചിട്ട് അത് കൊണ്ടുപോയിട്ട് ടയർ ഊരി കൊണ്ടുപോയ ആളാണ്. അതെ അതെ. വീട്ടില് ഉപ്പ, ഉമ്മ, ഞാന്, കാക്ക, അനിയൻ മരിച്ചു. ഓട്ടോ ഇവിടെ ജീവിക്കാനുള്ള ഫണ്ട് ദൈവം ഉണ്ടാക്ക. ഇവിടെ പട്ടിണി എടുക്കാൻ വേണ്ട 500 രൂപ. പറ്റടക്കം 500 വേണം. എന്റെ 200 രൂപ ഒറ്റ കിടക്കാം. ഈ ഓട്ടോ റെന്റാ? അല്ല, ഞാൻ റെന്റ് ചെയ്യുന്നു. ഞാൻ വാങ്ങിച്ചാ? കഷ്ടപ്പെട്ട് വാങ്ങിച്ചു? അല്ല, അടവുണ്ട്. ഓട്ടോ ഓടിയാ നേരെ പിന്നെ ഹോസ്റ്റലിൽ പോവും. പിന്നെ രാവിലെ എണീച്ച് കുറച്ചു നേരം ഓടും, പിന്നെ കോളേജ് പോവും, പിന്നെ വീണ്ടും ഈവനിങ് ഇറങ്ങും. ജോലി എന്തെങ്കിലും തന്നാ മതി. ജോലിയോ? എനിക്ക് ആകാരന്റെ ജോലി ഡ്രൈവിംഗ് ഉള്ളൂ. ആവശ്യമാക്കലേ പറ്റുള്ളൂ. നിങ്ങക്ക് ഇത് പാർട്ട് ടൈം ആയിട്ട് നിങ്ങൾ ഓടിക്കോളി. ഞാൻ ഓടാത്ത സമയത്ത് നിങ്ങൾ ഫുൾ ടൈം ഓടാം. ഓക്കെ. ഓടിയ പൈസ ഏത്? ഓടുന്ന പൈസ? ഓടുന്ന പൈസ ഇവിടെ ജീവിക്കാനുള്ള ഫണ്ട്, പിന്നെ കുറച്ച്. ഞാൻ ഓടിയ പൈസ എന്ത് ചെയ്യണ്ടേ? നിങ്ങളോട് പൈസ നിങ്ങൾക്ക് എടുത്തോളി, നിങ്ങളെ പൈസല്ലേ. വനക്കെന്താ പ്രോഫിറ്റ്? അങ്ങനെ പ്രോഫിറ്റ് ഉണ്ടായിട്ട് ഇപ്പൊ എത്താ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഓടിച്ചോട്ടെ? ഓ, ഓക്കെ. എത്ര? നിങ്ങളായതുകൊണ്ട് ഒരു 100 റുപ്യാണ്. ലാസ്റ്റ് കുറയ്ക്കുക, അപ്പൊ സ്റ്റുഡൻസ് ആണ് പറയാ. ഒരു 50 റുപ്യൊക്കെ. ഓക്കെ. നടന്നു പോണി സ്റ്റേഡിയം എത്തിനിപ്പോ. നടന്നു പോയിക്കോ, ഇവിടെ ഇറങ്ങട്ടെ. അപ്പോ നമ്മളെ ജസ്റ്റ് കണ്ടേക്കനെ നിർത്തി വണ്ടി ഓടിക്കാൻ കൂട്ടുമെന്ന് ചോദിച്ചപ്പോ വണ്ടിന്റെ അടുത്ത് ഓടിക്കുമെന്ന് പറഞ്ഞ ആളാണ് അഫ്നാൻ. അഫ്നാനെ ഒരു ദിവസം ഓട്ടോടെ എത്ര രൂപ കിട്ടും? 1000, 1200. എല്ലാ ചെലവും കഴിഞ്ഞിട്ട് കിട്ടും? ഇല്ല, എല്ലാ ചെലവും കഴിയില്ല. അതിലൊരു 10-300 രൂപ CNG പോവും. ലാസ്റ്റ് ഒരു 700 രൂപ 500 രൂപ ലെവലില് ബാക്കിയാവും. ഓക്കെ. നമുക്കൊരു ദിവസം ഓടിക്കഴിഞ്ഞപ്പോ ഇന്നിപ്പോ പാർട്ട് ടൈം ആയിട്ടുള്ള ഇറങ്ങി. ഇന്ന് പാർട്ട് ടൈം ആയിട്ടല്ല ഇറങ്ങി, ആ ടൈമിൽ. അപ്പൊ നമുക്ക് റൗണ്ട് ചെയ്തിട്ട് ഒരു 1000 ആക്കാം. 1000 ഒന്നുമില്ല, എന്നാലും നമുക്ക് റൗണ്ട് ചെയ്തിട്ട് അഫ്നാന്റെ ഇന്നത്തെ പാർട്ട് ടൈം സാലറി ശമ്പളം 1000 ആണ്. ഇപ്പൊ സമയം 6 മണിയായി, ഡേറ്റ് പോകാനായി. എനിക്ക് എന്തായാലും ഇതിന്റെ കൂടെ അഫ്നാന്റെ കൂടെ ഓടാൻ പറ്റൂല, കാരണം നമ്മൾ അതിനുള്ള സെറ്റപ്പ് ആയിട്ട് എടുത്തിട്ട് വന്നിട്ടുമില്ല. പക്ഷെ എന്റെ മൈൻഡിൽ എനിക്ക് തന്നെ ഓടാനും പറ്റണില്ല. അപ്പൊ അഫ്നാൻ 6 മുതൽ 8 മണി വരെ നമുക്ക് ഓടാം. ഓക്കെ, കയറിക്കോ. അപ്പൊ നമ്മൾ ഈ വണ്ടി 6 മണി മുതൽ 8 മണി വരെ നമ്മൾ എടുത്തേക്കാണ്. പ്ലസ് അഫ്നാന് ആ ഒരു 2 മണിക്കൂർ കിട്ടുന്ന പൈസ ഞാൻ തരും. ഓക്കെ. ഓട്ടം പോണോ? അപ്പൊ നമുക്കിന്ന് 2 മണിക്കൂർ ഓട്ടോറിക്ഷ ഓടാം. വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ. ഇല്ല, അല്ല, വീട്ടിൽ നിന്ന് ആദ്യം 5 പൈസ വാങ്ങല്ല. തരാത്തോണ്ടല്ല, ഞാൻ വാങ്ങാത്തോണ്ടോ. നല്ല കാര്യടാ. ഇപ്പൊ മിക്ക ഓട്ടോ ഓടുന്ന ഏജ്ഡ് ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവർക്ക് എന്താ സംഭവിച്ചു വെച്ചാൽ അവർക്കൊരു അവസരം കിട്ടാം, അവർക്ക് തിരിച്ചറിവ് വന്നപ്പോത്തിന് അവർ അവസരങ്ങൾ നഷ്ടപ്പെട്ടു. പക്ഷെ നിനക്കിപ്പോ അവസരത്തിന്റെ ടൈമാണ്. അതെ, നീ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം നിനക്ക് എല്ലാത്തിനും ടൈമുണ്ട്. സീറ്റിന്റെ കപ്പാസിറ്റി പ്രശ്നം കാരണം 2 വരെ കസ്റ്റമറെ ഡ്രോപ്പ് ചെയ്തിരുന്നു. പൈസ കസ്റ്റമറെ നമ്മൾ ഇറക്കി വിട്ടു 2 വരെ. ഞാൻ കൊടുത്തോളാം. ഡ്രൈവറെ പറ്റിച്ചടാ.
ആ ഗൂഗിൾ പേ ഉണ്ട്, സ്കാനറിന്റെ അവിടെ. സ്കാനർ ഉണ്ട് അവിടെ. എങ്ങനെയുണ്ടായിരുന്നു ഓട്ടോ ഡ്രൈവർ? ഓക്കെ ശരിടാ. നല്ല ഷോപ്പ് കാണുമ്പോ നിർത്തണേ ചായക്ക്. ആ ശരി. കസ്റ്റമർ ചായ കുടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, അപ്പൊ നമുക്ക് സൈഡ് ആക്കാം. ചേട്ടാ കഴിക്കാൻ എന്തേലും? കഴിക്കാൻ ചെറിയ കടികളോ കട്ട്ലറ്റോ സമൂസ അങ്ങനെ എന്തേലും. ഓക്കെ. അപ്പൊ നമുക്ക് ഈ ഒരു ചലഞ്ചിനകത്ത് അസ്നാൻ ഒരു പരിപാടിയോടെ നമുക്ക് കൊടുക്കാം. അതായത് ഞാൻ ഓട്ടോ ഡ്രൈവറാണ്. അപ്പൊ ഞാൻ ഓട്ടോ ഓടുന്ന ഒരാളാണ്. ഇന്ന് ഞാൻ ഓട്ടോ ഡ്രൈവർ ആയതുകൊണ്ട് എങ്ങനെയാണ് ഒരു കസ്റ്റമർ ഒരു ഓട്ടോ ഡ്രൈവറോട് നിൽക്കേണ്ടതെന്ന് അഫ്നാന് കാണിച്ചു തരാൻ. ഓക്കെ ഗൈസ്, നമ്മൾ ഡ്രോപ്പ് ചെയ്ത കസ്റ്റമേഴ്സ് പിന്നെ നമ്മളെ ഫോളോ ചെയ്ത് വരുന്നുണ്ട്. അത് ഇവന്റെ ഈ ഓട്ടോ ഓടിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ സമ്മതിക്കണം. ഭയങ്കര ഹാൻഡിൽ ഭയങ്കര ടൈറ്റ്, ക്ലച്ചൊക്കെ ഭയങ്കര ടൈറ്റ്, ഭയങ്കര ഹാർഡാണ്. നമ്മളിപ്പോ ചായ കുടിച്ചോണ്ടിരിക്കുകയാണ്. അപ്പോ ഈ ചായ കുടിയേണ്ട നമ്മള് എങ്ങോട്ടോ ഒരു ഷർട്ട് എടുക്കുന്നുണ്ട്, അതെടുക്കാമോ? ഒരുപാട് ദൂരം പോകണം. കാരണം ഓട്ടത്തിനൊക്കെ നല്ല പൈസ വരും. 5 കിലോമീറ്റർ ആണെങ്കിൽ 100 രൂപ ലാഭാണല്ലോ. ലാഭം കഷ്ടായി. അപ്പൊ എത്രയും ഇതിലോട്ട് നല്ല പൈസ ഉണ്ട്, 100, 120 ഉണ്ടാവും. അതായത് ചെറിയ ഷോപ്പിക്കാണ്. ഒരു കിലോമീറ്ററിന് അടുത്തുള്ളൂ. അപ്പൊ മിനിമം ചാർജ് എനിക്ക് തരണണ്ട, 40 രൂപ. ഊബറിലാണെങ്കിൽ 72 ഉണ്ട്. എന്നാ ഊബറില് 72 കഴിച്ചു കഴിഞ്ഞിട്ട് ഇറങ്ങിട്ട് വേണം. കുറയോ? 7 കുറയോ? 7 ചേട്ടാ, നമ്മള് ഇത് ഓടിക്കഴിഞ്ഞിട്ട് വേണം ജീവിക്കാൻ. കുറച്ചല്ലേ ഉള്ളൂ, കുറെ കഷ്ടപ്പെട്ടല്ലേ ജീവിക്കാൻ. കുറച്ച് കുറയോ? 30 രൂപ. 30 രൂപക്കോ? ആ ചേട്ടനായതുകൊണ്ട് പോവാ. എന്നാ പോവാ. ബൈ. ഏട്ടാ മഴ പെയ്യുണ്ട്, കർട്ടൻ ഇട്ടോട്ടെ. ആ ചേട്ടാ ഷർട്ട് വാങ്ങുന്നവരെ വെയിറ്റ് ചെയ്യാൻ പറ്റുമോ? ഓ, വെയിറ്റിംഗ് ചാർജ് വന്നാ മതി. ചേട്ടാ പതുക്കെ പോണേ. ശരി ശരി. സ്പീഡ് പേടിയുണ്ടോ? സ്പീഡല്ല, ഊരക്ക് കംപ്ലൈന്റ് ഉണ്ട്. ശരിക്കും കംപ്ലൈന്റ് ഉണ്ടോ? അങ്ങനല്ല, അങ്ങനെ കസ്റ്റമേഴ്സ് പറയല്ലേ. ചില പ്രഗ്നന്റ് ആൾക്കാർ കയറും. ചേട്ടാ പതുക്കെ പോണേ അറിയ. കോളേജ് ആയോണ്ട് ഓഫായി. ലേറ്റ് ഓഫ് ഇവിടെ ഓൺ അടിച്ച് നോക്കണ്ട. അടിച്ചോ അടിച്ചു കൊടുത്തേ. അടിച്ചോ ചേട്ടാ. ഓട്ടോ ബസ് പഠിക്കുക, ഓടിക്കാൻ അറിയില്ലേ? നമ്മളിങ്ങനെ തന്നെയല്ലേ പഠിക്കുക. ഷോർട്ട് കട്ട് ഉണ്ടാവോ? ഷോർട്ട് കട്ട് ഉണ്ട്, പക്ഷെ എവിടെ എത്തുന്ന അറിയില്ല. ഞങ്ങളെ റേറ്റിംഗ് കുറക്കട്ടോ, സ്റ്റാർ കുറക്കേ. അല്ല ശരിക്കും കസ്റ്റമേഴ്സ് ഇങ്ങനെയൊക്കെ പറയും. പിന്നെ റേറ്റിംഗ് കുറക്കുന്നൊക്കെ പറയും. റേറ്റിംഗ് കുറക്കുന്ന പുളി ചാടിയനെ എന്റെ റേറ്റിംഗ് കുറച്ചത്. തനിക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ലടാ ചോദിച്ചത്. അങ്ങനെയൊക്കെ ഉണ്ട്. ഈ ഷോപ്പിൽ നിന്ന് എടുക്കാം അല്ലേ? എടുക്കാം. നമ്മൾ ഡ്രസ് എടുക്കാൻ വേണ്ടി ഇറങ്ങാൻ പോവാണ്. നല്ല മഴ ഉണ്ട്. ഇതാണ് കസ്റ്റമർ അടുത്തുള്ള ഡ്രസ്. നിങ്ങളുടെ അടുത്തുള്ള ഡ്രസ്. നിങ്ങളുടെ ഞാനും ഫർഹാനോട്ടോ. മൊത്തം ബില്ല് എന്നുള്ളത് 1497. കസ്റ്റമർ ബില്ല് കസ്റ്റമർ ബില്ല് വേണം. ഞങ്ങളും പക്ഷേ എന്റെ കൂടെ കസ്റ്റമർ എന്റെ ഫോളോവർ ആണെന്ന് പറയണത്. എനിക്ക് ഫോളോവറാണ്. സോ പിന്നെ എന്നെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്തോണ്ട് കസ്റ്റമർ ബില്ല് ഓട്ടോ ഡ്രൈവർ പേ ചെയ്യാ. എല്ലാ ഓട്ടോക്കാരായ എന്തൊരു സുഖമുണ്ട്. താങ്ക് യു ബ്രോ. ഇവിടെ വെയിറ്റ് ചെയ്തോളൂ, ഞാൻ ഓട്ടോ എടുത്തിട്ട് വരാം. ഓക്കെ. അടുത്തത് എങ്ങോട്ടാ പോണ്ടേ? അടുത്ത പള്ളിണ്ടോ? പള്ളി നിസ്കരിക്കണോ? എന്ന് ചെയ്യണ ഒന്ന് കുറച്ച് ലേറ്റ് ആയി. അനിയൻ മരിച്ച് 2 മാസമായിട്ടുള്ളൂ. ഓൻ്റെ ഒരു ബുദ്ധി കുറവുണ്ടോ ചെയ്താണ് സൂസൈഡ് ചെയ്ത്. ഓന് വേണ്ടി എന്ന് ഞാൻ നിസ്കരിക്കലുണ്ട്. ഇന്ന് കുറച്ച് ലേറ്റ് ആയി. പള്ളി പോയി നിസ്കരിക്കണം, പ്രാർത്ഥിക്കണം, അത്രേ ഉള്ളൂ. ഓന് 10th ഫെയിലായ എന്റെ ഒരു മാനസികാവസ്ഥ ചെയ്താണ്. ഒരു കുട്ടി ഇതേപോലെ നമ്മളെ കാക്കനാട് സൈഡിൽ നിന്നാണ് തോന്നുന്നത്. ഒരു കുട്ടി ഇതേപോലെ മരത്തിന്റെ മുകളിൽ നിന്ന് വീണിട്ട് ഞാൻ അതേമാതിരി കൊണ്ടുപോയിന് കൈ കാണിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിച്ചു.
ഹോസ്പിറ്റലിൽ ഉണ്ടാവാ. അവിടെ എത്തി പൈസ ചോദിച്ചില്ല എന്നോട്. ഒരു വണ്ടിക്ക് കയറി ഞാൻ അപ്പനെ ഓരോ ഹോസ്പിറ്റലിൽ ഉണ്ടാക്കി, അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ ആക്കി കൊടുത്ത് പൈസ ചോദിച്ചു. പൈസ ഒന്നും വാങ്ങിയില്ല. പിന്നെ ഞാൻ തിരിച്ചു വന്ന സമയത്ത് ഞാൻ അവിടെ അങ്ങോട്ട് തന്നെ കയറി നോക്കി. അപ്പൊ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല. അതിങ്ങനെ കണ്ടപ്പോ സന്തോഷം. ഇതേപോലെ എക്സ്ട്രാ പൈസ തരാനൊന്നുമില്ല ആളടുത്ത്. അപ്പൊ ആള് വാങ്ങി കുറച്ച് ബിസ്ക്കറ്റും നുറുക്കൊക്കെ തന്നിന് കഴിച്ചോന്ന് പറഞ്ഞിട്ട്. ചില ആൾക്കാരെ വീട്ടിലേക്ക് ചായ എടുക്കാൻ വിളിച്ചിട്ടുണ്ട്. നമ്മള് പോവില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ ഞാൻ ഈ ഓട്ടോ ഓടിയിട്ടേ ഞാൻ ഒന്നും ഒരു പൈസ നിനക്ക് തരൂല, ചുമ്മാ പോവും. നിന്റെ സമയം പോയി. ഓക്കെ, അപ്പൊ നിന്റെ അഭിപ്രായം എന്താ? അങ്ങനത്തെ വിഷയമൊന്നുമില്ല. അങ്ങനെ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അങ്ങനെ ചില ആൾക്കാര് ഫണ്ട് ഇല്ലാന്ന് പറയും. റെയിൽവേ സ്റ്റേഷനിലൊക്കെ ആക്കി കൊടുത്താല് ഫണ്ട് ഇല്ലാന്ന് പറയും. ഇത്ര ഉള്ളു പറയാം. അപ്പൊ ഉള്ള വാങ്ങി പോവും. അടുത്ത ഫണ്ടില് കുഴപ്പമില്ല, ശരിയല്ല. ഓക്കെ ഗൈസ്, അപ്പൊ ഞാൻ നേരെ ഷിഫ്റ്റ് ചെയ്യാൻ പോകുന്നു. ഞാൻ നേരെ ഒരു 10 മിനിറ്റ് ഞാൻ കസ്റ്റമർ. ഓക്കെ, ഞാനക്ക് ഇതുപോലത്തെ ഇത് കാണുന്ന അമ്മമാരോടും അല്ലെങ്കിൽ ഇത് കാണുന്ന എന്റെ അനിയനായിട്ട് തോന്നുന്ന ആൾക്കാരോടൊക്കെ എന്താ പറയാനല്ലേ? ആദ്യം പ്ലസ് 2 10ാം ക്ലാസ് പഠിക്കുന്ന ആൾക്കാരോട് പറയാനുള്ളത്, ഇത് വലിയൊരു മൈൽ സ്റ്റോൺ അല്ല, ഇത് വലിയ സംഭവം അല്ല എന്നുള്ള ആദ്യം മനസ്സിലാക്കുക. ഞാന് പ്ലസ് 2 2 എഴുതിയാണ്ട് ജയിച്ചാ. എന്റെ ഫസ്റ്റ് പ്ലസ് 2 പരീക്ഷ ഫുള്ള് ഫെയിലാക്കി. ഞാൻ കോപ്പി അടിച്ചെന്ന് പറഞ്ഞാൽ ആകെ സീനായി പൊട്ടി. എല്ലാവരുടെ റിസൾട്ട് വന്നപ്പോ എന്റെ പൊട്ടിയില്ല, എന്റെ ജയിച്ചില്ല, ഞാൻ പൊട്ടി. പ്ലസ് 2 പൊട്ടി. അഗെയിൻ എഴുതിയാണ്ടാണ് എനിക്ക് കിട്ടിയത് പ്ലസ് 2. എന്നിട്ടാണ് ഞാൻ അവിടെ മഹാരാഷ്ട്രയിൽ കയറിയത്. അപ്പൊ ഇതൊന്നും വലിയ സംഭവം അല്ല എന്നുള്ള ആദ്യം മനസ്സിലാക്കുക. ഇതെന്ന് പറഞ്ഞാലേ ഈ ഒരു സിറ്റുവേഷനില് ഞങ്ങൾ 10ാം ക്ലാസ് പോകാൻ പഠിക്കുന്ന സമയത്ത് അവന്റെ കൂടെ ഞങ്ങൾ എല്ലാവരും നിന്നി. പക്ഷെ 10ാം ക്ലാസ് മരിച്ചിട്ട് ഒരുപാടായോ? മരിച്ചിട്ട് 2 മാസമായിട്ടുള്ളൂ. ഈ വന്ന SSLC-യിലാണ് ഒരു വിഷയം പോയതിന് ആള് അവന്റെ ഒരു അറിവില്ലായ്മ കൊണ്ട് ചെയ്ത്. പിറ്റേന്ന് പകലാണ് സംഭവം. പിറ്റേന്ന് പകൽ ഉമ്മ ഫ്ലോർ തുടച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓൻ ബാത്റൂമിൽ പോയിട്ട് സൂസൈഡ് ചെയ്താ. ബാത്റൂമിൽ ബ്ലേഡ് കട്ട് ചെയ്തോ? അല്ലല്ല, മോന് കയറെടുത്താ. അവന്റെ അറിവില്ലായ്മ കൊണ്ട് ചെയ്താണ്. പിന്നെ എനിക്ക് ഉമ്മമാരോട് പറയാനുള്ള എന്താ വെച്ചാല്, നമ്മളെ മക്കൾക്ക് എന്ത് ഇൻവെസ്റ്റ്മെന്റ് ഓലെ കൂടെ നിൽക്കുക. ആദ്യം നമ്മളത് ഓരോട് ചോദിച്ച് മനസ്സിലാക്കി സംസാരിച്ച് നിൽക്കുക. എന്റെ ഉമ്മ നിന്നില്ല എന്നല്ല പറഞ്ഞത്, ഉമ്മ നിന്നിന്. പക്ഷെ ആ സമയത്ത് 10th ആണ് ഏറ്റവും വലുത് എന്നുള്ള സ്കൂളിൽ നിന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചു തരും. പക്ഷെ അതല്ല വലിയ മൈൽ സ്റ്റോൺ എന്ന് ആദ്യം മനസ്സിലാക്കുക. പിന്നെ ഈ ഇൻവിജിലേറ്റേഴ്സിനോടും പിന്നെ അതേപോലെ ഇത് നോക്കുന്ന പേപ്പർ നോക്കുന്ന കുറച്ച് ആൾക്കാരോട് പറയാനുള്ളത്, ഓനാകെ 1 or 2 മാർക്കിനെ പോയിട്ടുള്ളൂ. ആ പേപ്പർ നോക്കുന്ന ആൾക്ക് ആ മാർക്ക് 1 or 2 ഇട്ട് കൊടുത്തേക്കാണെങ്കിൽ ഡാനി എന്ന് ജീവനോടുണ്ടായി. പിന്നെന്താ പറയുക, നമുക്ക് ഈ കേസിൽ എനിക്കൊരു കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്. ഇപ്പൊ ഞാൻ കുറെ കാര്യങ്ങൾ ഇവരോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വീഡിയോയിൽ പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുന്നതാണ്. നമ്മളെ ഇപ്പം നിങ്ങൾക്ക് അനിയന്മാരുണ്ടാവാം, നിങ്ങൾക്ക് മക്കളുണ്ടാവാം, എല്ലാവരും ഉണ്ടാവാം. അപ്പൊ ചെറിയ പ്രഷർ കൊടുക്കുമ്പോഴേ ഇവനെങ്ങനെ കുട്ടികൾ തന്നെ ഇപ്പൊ ചെറിയ കുട്ടികൾ സെയിം ഏജിലുള്ള ആൾക്കാർ കളിയാക്കും പരസ്പരം. എടാ തോറ്റാപ്പി അങ്ങനെയൊക്കെ പറഞ്ഞ് പരസ്പരം കളിയാക്കുന്ന ആൾക്കാരുണ്ടാവും. അതുപോലെ ഈ ക്ലാസ്സിൽ നിന്ന് ടീച്ചേഴ്സ്മാരും അങ്ങനത്തെ ഒരു പ്രഷർ കൊടുക്കും. പക്ഷെ ആരും എക്സ്പെക്ട് ചെയ്യൂല ഒരാളിങ്ങനെ ആത്മഹത്യയോ അങ്ങനെ വിചാരിക്കൂല. അപ്പോ ഇതൊക്കെ ശരിക്കും പറഞ്ഞപ്പോ ഇവന്റെ ഉമ്മ ഫാമിലിക്ക് ഭയങ്കര ട്രോമയിലാണ്. കാരണം ആ ഒരു നഷ്ടപ്പെട്ടത് ഉമ്മയാണ് ആദ്യം കണ്ടു തോന്നുന്നു അല്ലെ? ഉമ്മയാണ് കണ്ടത്. അപ്പൊ ആ ഒരു കാഴ്ചയൊക്കെ ഉമ്മന്റെ മനസ്സിലെന്നും ഉണ്ടാവും, വിഷമങ്ങൾ തന്നെ ആയിരിക്കും. അപ്പൊ ഒന്നുമില്ല, ഈ കളിയാക്കുന്നവർക്കൊക്കെ ഒന്ന് കളിയാക്കി പോയാൽ മതി. പോകുമ്പോ ആ ഫാമിലിക്ക് പോളൂ. പിന്നെ ഫാമിലിയൊക്കെ കടന്നു പോകണ ഏറ്റവും ബാഡ് സിറ്റുവേഷനിലൂടെ കടന്നു പോണേ. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അവസ്ഥ. വീട്ടിൽ വിളിക്കാൻ പറ്റൂല, ആകെ ബാഡാണ്. ഇപ്പൊ ഉമ്മാന്റെ കൂടെ നിക്ക്. ഉമ്മാക്കിപ്പോ മക്കളായിട്ട് 2 പേരല്ലേ? നിങ്ങൾ 2 പേരുണ്ടല്ലേ? ഉമ്മാന്റെ കൂടെ കാണും. പിന്നെ ഇത് കാണുന്ന ഉമ്മമാരും ഒക്കെ നിങ്ങളെ മക്കളോടൊക്കെ സംസാരിക്കുക. ഇപ്പൊ 10ാം ക്ലാസ് പൊട്ടി നല്ല രീതിയിലല്ല, ചെറിയ എന്ത് കാര്യത്തിനും. ചില മക്കൾക്ക് പ്രണയം ഉണ്ടാവും, കുറെ കാര്യങ്ങൾ നിങ്ങൾ അറിയാത്തുണ്ടാവും. പ്രണയം ഉണ്ടാവും, ഫോണില് ഗെയിമിന്റെ പ്രശ്നങ്ങൾ വരും. പിന്നെ ഓരോ ആൾക്കാർക്ക് ഓരോ ചെറിയ ഒരു നിമിഷത്തെ തോന്നലായിരിക്കും. അപ്പോ ഇപ്പൊ എന്റെ കൂടെ പഠിച്ച ഇത് കാണുന്ന മിക്ക ആളുകളെയും ഒരു കൂട്ടത്തിൽ ഒരാളെങ്കിലും ഇങ്ങനെ സൂയിസൈഡ് ചെയ്തെത്താവും. ഇപ്പൊ എന്റെ കൂടെ പഠിച്ച എനിക്കറിയാം 3 പേരൊക്കെ ഉണ്ടായിരുന്നു. 5ാം ക്ലാസ് പഠിക്കുമ്പോൾ ഉണ്ടായിരുന്നു, പ്ലസ് 2 പഠിക്കുമ്പോൾ ഉണ്ടായിരുന്നു, പിന്നെ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഉണ്ടായിരുന്നു. ഓരോ പെൺകുട്ടികളുണ്ടായിരുന്നു, ചെക്കന്മാരുണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോ ഒരു നിമിഷത്തെ തോന്നല് ഇത് ഈ കാര്യത്തിൽ മെൻഷൻ ചെയ്ത് എന്തിനാന്ന് വെച്ചാല്, ഇത് നിങ്ങൾക്ക്
നിങ്ങളെ വീട്ടിലൊക്കെ മക്കളില്ലോണ്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം അല്ലേ? അതെ, ഉമ്മമാരോടെ പറയാനുള്ളേ മാക്സിമം ചെറിയ മനസ്സാണ് ഓലെ കൂടെ നിക്കുക. ഓരെന്ത് പറഞ്ഞാലും നമ്മള് ചിലപ്പോ ഇപ്പൊ വേണ്ട എന്ന് പറയുമ്പോ ഓൽക്ക് ചെറിയ മനസ്സാണ്, ഓല് പൊട്ടു. ഞങ്ങൾ അങ്ങനെ ഞാന് ഇപ്പ കാക്ക ഞങ്ങള് എന്റെ അനിയന് ഞങ്ങള് 4 ആള് ഒരിക്കലും ഒരു ഇപ്പ അനിയന് ബന്ധമല്ലായിരുന്നു. ഭയങ്കര അടുത്ത ക്ലോസ് ഫ്രണ്ട്സിനെ പോലെ. അതേക്കാരം മേ ബി ഞങ്ങൾക്ക് ഇത്ര അതെ. ജസ്റ്റ് നമ്മള് തിരിച്ച് നമ്മളെ ഓട്ടം നമ്മൾ തിരിച്ച് വണ്ടിന്റെ അവിടെ എത്തിക്കണു. അപ്പൊ നമ്മള് വണ്ടിന്റെ അവിടെ പാർക്ക് ചെയ്യാം. സമയം ഏകദേശം 8:20 ആയിട്ടുണ്ട്. തിരിച്ച് നമ്മൾ നേരെ നമ്മളെ വണ്ടിന്റെ അടുത്ത് എത്തിയിരിക്കുന്നു. സമയം ഏകദേശം 8:20, കറക്റ്റ് 8:20. അപ്പൊ 2 മണിക്കൂർ എന്താ പറയാ അടിപൊളിയായിരുന്നു കേട്ടോ. അതെ, എന്താ എനിക്ക് പറയാനല്ലേ? എന്താ ഇന്ന് സൂപ്പർ. ഈവനിങ് ആകെ 2-3 ട്രിപ്പ് എടുത്ത് പോയി നിങ്ങളെ കണ്ട് പക്ഷെ നിങ്ങളപ്പോ നിൽക്കാൻ പറ്റിയത് സന്തോഷം. എനിക്കും ഭയങ്കര ഹാപ്പിയായി. ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. നമ്മളെ കൂട്ടത്തിൽ ഒരാളായിട്ട് ഞാൻ അങ്ങനെ ഒരു വൈബല്ലേ. അല്ലാതെ വേറെ എന്തെങ്കിലും പറയണ്ട? ഈ ചലഞ്ചില് എന്തെങ്കിലുമൊക്കെ ബേസിൽ എന്തെങ്കിലും തെറ്റിന് ഇവലെ ടീം അടിപൊളി. നമ്മളാ വീഡിയോയിലൊക്കെ കാണുന്ന പോലെ തന്നെ ഇവലെ വൈബാണ് മൊത്തത്തില്. ഫേക്കൊന്നല്ല. ഞാൻ സത്യം പറയാൻ വിചാരിച്ചു മറ്റേ സൈലൻസർ കൊടുക്കാൻ ഓൾറെഡി പ്ലാൻ ചെയ്ത് അങ്ങനെ. നമ്മളെ മലപ്പുറംകാരനാണ്. രണ്ടാളും നാട്ടുകാരായിട്ടാണ്. ഞാൻ ഏകദേശം ആ ഒരു സ്ലാങ്ങിലോണ്ടേ ഇപ്പൊ ഇങ്ങനെ മലപ്പുറം ടച്ച് വന്നോണ്ട് കറക്റ്റ് സംസാരം അങ്ങനെ. ഇജവിടെ ആളും നമ്മളെ കൂടെ കൂടിയപ്പോ ഒരു ചലഞ്ച് എന്ന രീതിയിലല്ലോ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മളൊരു കൂട്ടുകാരൻ, ഈ കൂട്ടത്തിൽ ഒരാളായിട്ടാണ് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു, പെട്ടെന്ന് കംഫർട്ട് ആയിടാം. അപ്പൊ ഓൾറെഡി വാൾപേപ്പറിന്റെ ക്യൂറാണല്ലോ. എന്താ പറയാ, കസ്റ്റമേഴ്സ് പെട്ടെന്ന് ചോദിക്കുമ്പോ 2 ദിവസത്തെ ശമ്പളം 2000 പ്ലസ് ഒരു 2 മണിക്കൂറിന്റെ ഓട്ടോ ചാർജ് 600 അല്ല പറഞ്ഞേ. അപ്പൊ 2600. ഓക്കെ, ചാലഞ്ച് ഇല്ലാതെ ഒരു സംഭവം നമുക്കിങ്ങനെ. അപ്പൊ ഗൈസ് ബൈ. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.